അല്ല, വീട്ടുകാരും പുറത്തേക്ക് വരാറില്ലടോ. എന്നെ കാണാൻ വരുന്നതിൽ ഏറിയ പങ്കും രാഷ്ട്രീയ ഫ്രോഡുകളായിരിക്കും. അതുകൊണ്ട് ഞാൻ എന്റെ വീട്ടുകാരെയും മക്കളെയും ഒന്നും ഈ ഏരിയയിലോട്ട് അടുപ്പിക്കാറില്ല. അതിരിക്കട്ടെ, എന്താ പ്രതാപ് വർമ്മയെ വിശേഷിച്ച് പറയാം. പണ്ടൊരിക്കൽ വർമ്മ എന്റെ വീട്ടിലേക്ക് വന്നത് ഞാൻ ഓർക്കുന്നു. അത് എന്നേക്കുമായിട്ട് എന്നോട് നാട് വിട്ടു പോണമെന്ന് വാർണിംഗ് തരാനായിരുന്നു. അന്ന് ഞാനൊരല്പം ബലഹീനനായിരുന്നു. അപ്പോ ഇന്ന് ബലവാനാണ് എന്നാണ് താൻ പറഞ്ഞു വരുന്നത്? അതിന് സംശയം എന്താ? ഇന്ന് ഞാൻ ശക്തൻ തന്നെയാ. ശക്തൻ തമ്പുരാനൊക്കെ തീപ്പെട്ടു പോയില്ലേ? ശക്തൻ തമ്പുരാൻ തീപ്പെട്ടു പോയി. പക്ഷേ ശക്തൻ അനന്തൻ ജീവിച്ചിരിക്കുക. എനിക്കിപ്പോ എന്ത് ഷോക്ക് തരാനാ വർമ്മയെ വന്നിരിക്കുന്നത്? വാർണിംഗും ഷോക്കൊന്നും തരാനല്ല ഞാൻ വന്നത്. അനന്തം ഭയപ്പെടണ്ട. അയ്യോ, എനിക്കോ? ഭയം എന്ന വികാരം പോലും എനിക്കില്ല പ്രതാപ് വർമ്മയെ. താനൊരു അപൂർവ ജീവിയാണെന്നൊക്കെ എനിക്കറിയാം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പൊ ഞാൻ വന്നിരിക്കുന്നത് സന്ധി, സമാധാനം, ഈ രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാ. കഴിഞ്ഞതെല്ലാം മറക്കാൻ ഞാൻ തയ്യാറാണ്. അതായത് എന്റെ മകളെ ജയിലിൽ കയറ്റിയതുവരെ. ഇതെല്ലാം ഞാൻ ക്ഷമിക്കുമ്പോ ഇങ്ങോട്ടും ഒരു വ്യവസ്ഥ വേണം. എന്റെ വഴികളിലൊരു മുള്ളുപോലെ അനന്തം പിള്ള ഇനി വരരുത്. അതിന് ഞാൻ എന്താ നിനക്ക് പകരം തരേണ്ടത്? അത് ശരി. അപ്പോ എന്നോട് തോൽവി സമ്മതിക്കാനാണല്ലേ താൻ വന്നത്? ആര് തോൽക്കാൻ, ആര് ജയിക്കാൻ? പരസ്പരം മത്സരിച്ചവരും യുദ്ധം ചെയ്തവരും ഒടുവിൽ ഒരു പട്ടടയിൽ ഒടുങ്ങുവെന്താ? ഒടുങ്ങിയാലും ഒടുങ്ങിയില്ലെങ്കിലും എനിക്ക് കാണേണ്ടത് പ്രതാപവർമ്മയുടെ പരാജയമാണ്. നിങ്ങൾ അടിയറ വയ്ക്കുന്നത് എനിക്ക് കാണണം. അത് തന്നെ അതിമോഹം മാത്രം ആനന്ദം പിള്ളേ.